എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 റൂത്ത് 1 മുതൽ 4 വരെയുള്ള അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോഗോസ് ക്വിസിന് സഹായകമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യമാണ്, നവോമി മരുമക്കളോട് മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിനെന്ന് പറഞ്ഞത് എപ്പോഴാണ്? എഫ്രാത്ത വഴിയിൽ വെച്ച്, യൂദയായിലേക്കുള്ള വഴിയിൽ വെച്ച്, ഗലീലയിലേക്കുള്ള വഴിയിൽ വെച്ച്, ബത്ലഹേമിലേക്കുള്ള വഴിയിൽ വെച്ച്. ഉത്തരം യൂദയായിലേക്കുള്ള വഴിയിൽ വെച്ച്. രണ്ടാമത്തെ ചോദ്യമാണ്, ഏത് ദേശത്ത് വെച്ചാണ് നവോമിക്ക് മക്കൾ നഷ്ടമായത്? ഗലീലയിൽ വെച്ച്, യഹൂദയായിൽ വെച്ച്, മൊവാബിൽ വെച്ച്, കാനായിൽ വെച്ച്. ഉത്തരം മൊവാബിൽ വെച്ച്. മൂന്നാമത്തെ ചോദ്യമാണ്, ആരെ പ്രതി ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും എന്നാണ് നവോമി പറഞ്ഞത്? ഭർത്താവിനെ പ്രതി, മക്കളെ പ്രതി, മരുമക്കളെ പ്രതി, അയൽക്കാരെ പ്രതി. ഉത്തരം മരുമക്കളെ പ്രതി. നാലാമത്തെ ചോദ്യമാണ്, റൂത്ത് വിരിച്ചു പിടിച്ച മേലങ്കയിൽ ബോവാസ് എത്ര ബാർലി അതിലിട്ട് കൊടുത്തു? 5 അളവ് ബാർലി, 3 അളവ് ബാർലി, 4 അളവ് ബാർലി, 6 അളവ് ബാർലി. ഉത്തരം 6 അളവ് ബാർലി. അഞ്ചാമത്തെ ചോദ്യമാണ്, റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് ആര് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു? ബന്ധു പറഞ്ഞതുപോലെ, അമ്മായിയമ്മ പറഞ്ഞതുപോലെ, അയൽവാസി പറഞ്ഞതുപോലെ, ബോവാസ് പറഞ്ഞതുപോലെ. ഉത്തരം അമ്മായിയമ്മ പറഞ്ഞതുപോലെ. ആറാമത്തെ ചോദ്യമാണ്, റൂത്തിന് സന്ധ്യ വരെ കാല പെറുക്കി മെതിച്ചപ്പോൾ എത്ര ബാർലി കിട്ടി? 2 ഏഫ ബാർലി, 3 ഏഫ ബാർലി, 1 ഏഫ ബാർലി, 4 ഏഫ ബാർലി. ഉത്തരം 1 ഏഫ ബാർലി. ഏഴാമത്തെ ചോദ്യമാണ്, ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് കൊടുത്തത്? അപ്പം, ബാർലി, മലർ, ഗോതമ്പ്. ഉത്തരം മലർ. എട്ടാമത്തെ ചോദ്യമാണ്, ഭൃത്യനോട് റൂത്ത് എന്താണ് അപേക്ഷിച്ചത്? മെതിക്കളം കാണിക്കണമെന്ന്, വയൽ കാണിക്കണമെന്ന്, വയലിൽ കാലാപ്പെറുക്കാൻ അനുവദിക്കണമെന്ന്, വയലിൽ പോകാൻ അനുവദിക്കണമെന്ന്. ഉത്തരം വയലിൽ കാലാപ്പെറുക്കാൻ അനുവദിക്കണമെന്ന്. ഒമ്പതാമത്തെ ചോദ്യമാണ്, നവോമിയുടെ കൂടെ ബത്ലഹേമിലേക്ക് തിരിച്ചു വന്നത് ആര്? ഓർഫ, സഹോദരി, അമ്മ, റൂത്ത്. ഉത്തരം റൂത്ത്. പത്താമത്തെ ചോദ്യമാണ്, വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം തനിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? വന്ധ്യയായിരിക്കുന്നു, വൃദ്ധയായിരിക്കുന്നു, ഭർത്താവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, മൃതപ്രായയായിരിക്കുന്നു. ഉത്തരം താൻ വൃദ്ധയായിരിക്കുന്നു. 11ാമത്തെ ചോദ്യമാണ്, വിവാഹത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞാണ് കിളിയോൻ മരണമടഞ്ഞത്? 15 വർഷം, 12 വർഷം, 10 വർഷം, 8 വർഷം. ഉത്തരം 10 വർഷം. 12ാമത്തെ ചോദ്യമാണ്, എലിമേലേക്ക് യൂദായിൽ നിന്നും മൊവാബിലേക്ക് കുടിയേറി പാർക്കാനുള്ള കാരണമെന്ത്? കുടുംബക്കാരുടെ വീട് ഉള്ളതുകൊണ്ട്, നാട്ടിൽ ഉണ്ടായ ക്ഷാമം, പകർച്ചവ്യാധി, സഹോദരങ്ങളുടെ കൂടെ പാർക്കാൻ. ഉത്തരം നാട്ടിലുണ്ടായ ക്ഷാമം. 13ാമത്തെ ചോദ്യമാണ്, കർത്താവ് എപ്രകാരം തൻ്റെ മരുമക്കളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? മക്കളോട് കൂടെ, കുടുംബജീവിതം നയിക്കാൻ, സന്തുഷ്ട ജീവിതം നയിക്കാൻ, സ്നേഹത്തിൽ ജീവിക്കാൻ. ഉത്തരം കുടുംബജീവിതം നയിക്കാൻ. 14ാമത്തെ ചോദ്യമാണ്, ഏത് ദേശക്കാരാണ് നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത്? എഫ്രായിംകാർ, ബത്ലഹേംകാർ, മൊവാബുകാർ, കാനാൻകാർ. ഉത്തരം ബത്ലഹേംകാർ.
15-ാമത്തെ ചോദ്യമാണ്, എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? ഗോതമ്പ് കൊയ്ത്തു തുടങ്ങിയപ്പോൾ, ബാർലി കൊയ്ത്തു തുടങ്ങിയപ്പോൾ, മുന്തിരി പാകമായപ്പോൾ, അത്തിപ്പഴ ശേഖരണ കാലത്ത്? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. 16-ാമത്തെ ചോദ്യമാണ്, നവോമിയുടെ ഭർതൃകുടുംബത്തിൽ പെട്ട ധനികനായ വ്യക്തിയുടെ പേരെന്ത്? റൂബൻ, ഫിനാസ്, ബോവാസ്, ബെഞ്ചമിൻ? ഉത്തരം ബോവാസ്. 17-ാമത്തെ ചോദ്യമാണ്, കൊയ്ത്തുകാർ എന്തു പറഞ്ഞാണ് ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത്? ഒത്തിരി വിളവ് കിട്ടട്ടെ, കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് അങ്ങയുടെ പ്രാർത്ഥന കേൾക്കട്ടെ, കർത്താവ് വിളവധികം നൽകട്ടെ? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. 18-ാമത്തെ ചോദ്യമാണ്, റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ബോവാസ് ആരോടാണ് പറഞ്ഞത്? വേലക്കാരോട്, സഹോദരന്മാരോട്, ഭൃത്യന്മാരോട്, കൊയ്ത്തുകാരോട്? ഉത്തരം ഭൃത്യന്മാരോട്. 19-ാമത്തെ ചോദ്യമാണ്, നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും ആര് ആരോട് പറഞ്ഞു? റൂത്ത് അമ്മായിയമ്മയോട്, കൊയ്ത്തുകാർ റൂത്തിനോട്, ബോവാസ് റൂത്തിനോട്, മാതാപിതാക്കന്മാർ റൂത്തിനോട്? ഉത്തരം ബോവാസ് റൂത്തിനോട്. 20-ാമത്തെ ചോദ്യമാണ്, നിന്നെ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ എങ്ങനെ അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? പ്രതിഫലം നൽകി, വിശാലമായി അനുഗ്രഹിക്കും, സമർത്ഥമായി അനുഗ്രഹിക്കും, ദൈവരാജ്യം നൽകി അനുഗ്രഹിക്കും? ഉത്തരം സമർത്ഥമായി അനുഗ്രഹിക്കും. 21-ാമത്തെ ചോദ്യമാണ്, നവോമിയും റൂത്തും തിരിച്ചു വന്നപ്പോൾ പട്ടണം മുഴുവൻ എന്തു സംഭവിച്ചു? അത്ഭുതപ്പെട്ടു, വിസ്മയിച്ചു, അവരെ അനുഗമിച്ചു, ആശ്ചര്യപ്പെട്ടു? ഉത്തരം വിസ്മയിച്ചു. 22-ാമത്തെ ചോദ്യമാണ്, ഓർഫ അമ്മായിയമ്മയിൽ നിന്നും എങ്ങനെയാണ് വിട വാങ്ങിയത്? അനുഗ്രഹം മേടിച്ചുകൊണ്ട്, സ്വത്ത് സമ്പാദിച്ചുകൊണ്ട്, ചുംബിച്ചുകൊണ്ട്, അത്ഭുതപ്പെടുത്തിക്കൊണ്ട്? ഉത്തരം ചുംബിച്ചുകൊണ്ട്. 23-ാമത്തെ ചോദ്യമാണ്, നവോമിയുടെ ഭർത്താവ് എലിമെലേക്ക് ഏത് ദേശത്ത് വെച്ചാണ് മരണമടഞ്ഞത്? യൂദാദേശത്ത് വെച്ച്, മൊവാബ് ദേശത്ത് വെച്ച്, എഫ്രായിം ദേശത്ത് വെച്ച്, ഗലീലി ദേശത്ത് വെച്ച്? ഉത്തരം മൊവാബ് ദേശത്ത് വെച്ച്. 24-ാമത്തെ ചോദ്യമാണ്, നവോമി ബത്ലഹേമിൽ തിരിച്ചെത്തിയപ്പോൾ സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് എന്ത്? നവോമി എപ്പോൾ എത്തി? ഇത് നവോമിയോ? എങ്ങനെ എത്തി? എന്തിനു വന്നു? ഉത്തരം ഇത് നവോമിയോ. 25-ാമത്തെ ചോദ്യമാണ്, എല്ലാം തികഞ്ഞവളായി താൻ ഇവിടെ നിന്നും പോയി, എന്നാൽ കർത്താവ് തന്നെ എപ്രകാരം തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത്? എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, ഒന്നുമില്ലാത്തവളായി, എല്ലാവരാലും അപമാനിക്കപ്പെട്ട്? ഉത്തരം ഒന്നുമില്ലാത്തവളായി. 26-ാമത്തെ ചോദ്യമാണ്, താൻ ആരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത്? ഇഷ്ടക്കാരുടെ വയലിൽ, അയൽക്കാരുടെ വയലിൽ, തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ, ബന്ധുക്കളുടെ വയലിൽ? ഉത്തരം തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ. 27-ാമത്തെ ചോദ്യമാണ്, റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെ കാല പെറുക്കാനായി നടന്നു? ബന്ധുക്കളുടെ പിറകെ, സഹോദരങ്ങളുടെ പിറകെ, കൊയ്ത്തുകാരുടെ പിറകെ, ബോവാസിൻ്റെ പിറകെ? ഉത്തരം കൊയ്ത്തുകാരുടെ പിറകെ. 28-ാമത്തെ ചോദ്യമാണ്, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് റൂത്തിനെ കുറിച്ച് ബോവാസ് ചോദിച്ചത് എന്ത്? ആരാണ് ഈ യുവതി? ആരാണ് ഈ ദാസി? ഇവൾ എവിടെ നിന്ന് വരുന്നു? ഇവളെ ആരാണ് കൊയ്ത്തിനെടുത്തത്? ഉത്തരം ആരാണ് ഈ യുവതി?
29-ാമത്തെ ചോദ്യമാണ്, ആര് നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉടമസ്ഥൻ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്, സർവശക്തനായ പിതാവ്, ഏകദൈവം. ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. 30-ാമത്തെ ചോദ്യമാണ്, ഭക്ഷണ സമയത്ത് റൂത്ത് ആരുടെ കൂടെയാണ് ഇരുന്നത്? ബോവാസിൻ്റെ കൂടെ, പരിചയക്കാരുടെ കൂടെ, കൊയ്ത്തുകാരുടെ കൂടെ, ഇഷ്ടക്കാരുടെ കൂടെ. ഉത്തരം കൊയ്ത്തുകാരുടെ കൂടെ. 31-ാമത്തെ ചോദ്യമാണ്, റൂത്തിനോട് കരുണ കാണിച്ച മനുഷ്യനെ എങ്ങനെയാണ് നവോമി ആശംസിച്ചത്? ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, വിശ്വസ്തനാകട്ടെ, അനുഗ്രഹീതനാകട്ടെ. ഉത്തരം അനുഗ്രഹീതനാകട്ടെ. 32-ാമത്തെ ചോദ്യമാണ്, എന്തിൻ്റെയൊക്കെ വിളവെടുപ്പ് തീരുന്നത് വരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോട് കൂടെ ചേർന്ന് നിന്നത്? മുന്തിരിപ്പഴത്തിൻ്റെയും അത്തിപ്പഴത്തിൻ്റെയും, ബാർലിയുടെയും ഗോതമ്പിൻ്റെയും, ബാർലിയുടെയും ചണത്തിൻ്റെയും, ഗോതമ്പിൻ്റെയും മുന്തിരിയുടെയും. ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. 33-ാമത്തെ ചോദ്യമാണ്, രാത്രിയിൽ ബോവാസ് എന്തിനായിട്ടാണ് മെതിക്കളത്തിൽ വരുന്നതെന്ന് നവോമി പറഞ്ഞത്? ബാർലി ശേഖരിക്കാൻ, മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന്, ബാർലി അളന്നു നോക്കുന്നതിന്, ബാർലി എടുത്തു വയ്ക്കാൻ. ഉത്തരം മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന്. 34-ാമത്തെ ചോദ്യമാണ്, അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടിയുണർന്നപ്പോൾ കണ്ടത് എന്ത്? അടുത്ത് ഒരു സ്ത്രീ കിടക്കുന്നു, കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു, തൊട്ടടുത്ത് ഒരു സ്ത്രീയെ കാണുന്നു, ഒരു സ്ത്രീ ഓടിപ്പോകുന്നു. ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. 35-ാമത്തെ ചോദ്യമാണ്, എന്ത് ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നാണ് ബോവാസ് റൂത്തിനോട് പറയുന്നത്? ഭവനം പണിത് തരാം, നീ ആവശ്യപ്പെടുന്നത് എന്തും, ബാർലിക്കൊയ്ത്തിൽ പങ്കെടുപ്പിക്കാം, ധാന്യങ്ങൾ കൂടുതൽ നൽകാം. ഉത്തരം നീ ആവശ്യപ്പെടുന്നതെന്തും. 36-ാമത്തെ ചോദ്യമാണ്, റൂത്ത് വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ മരുമകളോട് ചോദിച്ചത് എന്ത്? എത്ര അളവ് ബാർലി കിട്ടി? മകളെ എന്തുണ്ടായി? നിനക്ക് സുഖമായിരുന്നോ? നീ ഉറങ്ങിയോ? ഉത്തരം മകളെ എന്തുണ്ടായി. 37-ാമത്തെ ചോദ്യമാണ്, നഗരത്തിൽ നിന്നും ആരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു? ശ്രേഷ്ഠന്മാരായ 8 പേരെ, ശ്രേഷ്ഠന്മാരായ 12 പേരെ, ശ്രേഷ്ഠന്മാരായ 10 പേരെ, ശ്രേഷ്ഠന്മാരായ 14 പേരെ. ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. 38-ാമത്തെ ചോദ്യമാണ്, ഇടപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ നിലവിലിരുന്ന നടപ്പ് ഏത്? ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റൊരാളെ ഏൽപ്പിക്കും, ഒരാൾ തൻ്റെ വളയൂരി മറ്റൊരാളെ ഏൽപ്പിക്കും, ഒരാൾ തൻ്റെ മാലയൂരി മറ്റൊരാളെ ഏൽപ്പിക്കും, ഒരാൾ തൻ്റെ മേലങ്കി ഊരി മറ്റൊരാളെ ഏൽപ്പിക്കും. ഉത്തരം ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റൊരാളെ ഏൽപ്പിക്കും. 39-ാമത്തെ ചോദ്യമാണ്, ബോവാസ് എവിടെ പ്രസിദ്ധി ആകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? എഫ്രാത്തായിൽ, നസ്രത്തിൽ, ബത്ലഹേമിൽ, ഗലീലിയിൽ. പ്രസിദ്ധൻ എന്നാണ് കേട്ടോ. ഉത്തരം ബത്ലഹേമിൽ. 40-ാമത്തെ ചോദ്യമാണ്, തൻ്റെ പരിചയക്കാരെല്ലാം റൂത്ത് എപ്രകാരമുള്ള സ്ത്രീയാണെന്നാണ് പറയുന്നത് എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തമ യുവതിയാണെന്ന്, ഉത്തമ സ്ത്രീയാണെന്ന്, നല്ല ജോലിക്കാരിയാണെന്ന്, വിവേകമുള്ളവളാണെന്ന്. ഉത്തരം ഉത്തമ സ്ത്രീയാണെന്ന്. 41-ാമത്തെ ചോദ്യമാണ്, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എന്താണ് ചെയ്തത്? തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, ധാന്യകൂമാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി, ബാർലി അളന്ന് തിട്ടപ്പെടുത്തി, മെതിക്കളം പരിശോധിച്ചു. ഉത്തരം ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങി. തനിക്ക് ലഭിച്ച ബാർലി എടുത്ത് റൂത്ത് എവിടേക്ക് പോയി? ഭവനത്തിലേക്ക്, നഗരത്തിലേക്ക്, കൂടാരത്തിലേക്ക്,
വയലിലേക്ക്. ഉത്തരം നഗരത്തിലേക്ക്. 43-ാമത്തെ ചോദ്യമാണ്, റൂത്തിന് ദാഹിക്കുമ്പോൾ എവിടെ നിന്ന് വെള്ളം കോരി കുടിക്കാം എന്നാണ് ബോവാസ് പറഞ്ഞത്? അടുത്തുള്ള കിണറിൽ നിന്ന്. ഭൃത്യന്മാർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. ഭൃത്യന്മാരുടെ കൂടെ ചെന്ന് വെള്ളം കോരി കുടിക്കാം. വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരാം. ഉത്തരം ഭൃത്യന്മാർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. 44-ാമത്തെ ചോദ്യമാണ്, താൻ ഇന്ന് ജോലി ചെയ്തത് ആരുടെ കൂടെയാണെന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? അയൽവാസികളുടെ കൂടെ, സഹോദരന്മാരുടെ കൂടെ, ബോവാസിൻ്റെ കൂടെ, ഭൃത്യന്മാരുടെ കൂടെ. ഉത്തരം ബോവാസിൻ്റെ കൂടെ. 45-ാമത്തെ ചോദ്യമാണ്, ബോവാസ് ധാന്യകുമാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയത് എപ്പോൾ? മെതിക്കളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ, ബാർലി മെതിച്ചു കഴിഞ്ഞപ്പോൾ, ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ, കലവറയിൽ ബാർലി നിറച്ചു കഴിഞ്ഞപ്പോൾ. ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ. 46-ാമത്തെ ചോദ്യമാണ്, റൂത്ത് ഉത്തമ സ്ത്രീയാണെന്ന് ആർക്കെല്ലാം അറിയാമെന്നാണ് ബോവാസ് പറയുന്നത്? ബോവാസിൻ്റെ ബന്ധുക്കൾക്ക്, റൂത്തിൻ്റെ ബന്ധുക്കൾക്ക്, നഗരത്തിലെ ബോവാസിൻ്റെ പരിചയക്കാർക്ക്, അയൽവാസികൾക്ക്. ഉത്തരം നഗരത്തിലെ ബോവാസിൻ്റെ പരിചയക്കാർക്ക്. 47-ാമത്തെ ചോദ്യമാണ്, ബോവാസിൻ്റെ കാൽക്കൽ കിടന്ന റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത്? പ്രഭാതത്തിൽ, അതിരാവിലെ ആളറിയുന്നതിന് മുമ്പ്, അതിരാവിലെ നേരം വെളുത്തു തുടങ്ങിയപ്പോൾ, രാവിലെ മെതിക്കളത്തിൽ ആളുകൾ വന്നപ്പോൾ. ഉത്തരം അതിരാവിലെ ആളറിയുന്നതിന് മുമ്പ്. 48-ാമത്തെ ചോദ്യമാണ്, മൊവാബ് ദേശത്തു നിന്നും തിരിച്ചു വന്ന നവോമി എന്ത് വിൽക്കാൻ പോകുന്നു എന്നാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? എലിമേലെക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം, റൂത്തിൻ്റെ പകുതി നിലം, നവോമിയുടെ നിലത്തിൻ്റെ ഒരു ഭാഗം. ഉത്തരം എലിമേലെക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം. 49-ാമത്തെ ചോദ്യമാണ്, നവോമിയിൽ നിന്നും വയൽ വാങ്ങാൻ തയ്യാറായ ബന്ധുവിൻ്റെ ആദ്യ മറുപടി എന്തായിരുന്നു? ഞാനത് കരസ്ഥമാക്കാം, ഞാനത് പണം കൊടുത്ത് വീണ്ടെടുക്കാം, ഞാനത് വീണ്ടെടുക്കാം, നല്ല നിലമാണോ എന്ന് നോക്കട്ടെ. ഉത്തരം ഞാനത് വീണ്ടെടുക്കാം. 50-ാമത്തെ ചോദ്യമാണ്, ബോവാസ് ഏത് ദേശത്ത് ഐശ്വര്യവാനായിരിക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും സാക്ഷികളായി നിന്നവരും പറഞ്ഞത്? മൊവാബിൽ, യൂദയായിൽ, എഫ്രാത്തായിൽ, ബത്ലഹേമിൽ. ഉത്തരം എഫ്രാത്തായിൽ. 51-ാമത്തെ ചോദ്യമാണ്, ബോവാസിന് റൂത്തിലുണ്ടായ മകൻ്റെ പേര് എന്ത്? സൽമോൻ, ഓബദ്, ജസ്സെ, ദാവീദ്. ഉത്തരം ഓബദ്. 52-ാമത്തെ ചോദ്യമാണ്, നവോമിയുടെ സ്ഥലം എപ്രകാരം വീണ്ടെടുക്കാനാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത്? വില കൊടുത്ത്, മനസ്സുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, അഭിമാനമുണ്ടെങ്കിൽ. ഉത്തരം മനസ്സുണ്ടെങ്കിൽ. 53-ാമത്തെ ചോദ്യമാണ്, എപ്പോൾ വരെ ബോവാസ് റൂത്തിനെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ബോവാസിൻ്റെ ഉറക്കം കഴിയുന്നതുവരെ, ബോവാസിൻ്റെ അത്താഴം കഴിയുന്നതുവരെ, ബോവാസിൻ്റെ കുളി കഴിയുന്നതുവരെ, ബോവാസിൻ്റെ ഒരുക്കം കഴിയുന്നതുവരെ. ഉത്തരം ബോവാസിൻ്റെ അത്താഴം കഴിയുന്നതുവരെ. 54-ാമത്തെ ചോദ്യമാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും കാരുണ്യം കാണിക്കുന്ന കർത്താവ് ബോവാസിന് എന്ത് ചെയ്യട്ടെ എന്നാണ് നവോമി ആശംസിച്ചത്? സ്നേഹിക്കട്ടെ, സമ്പത്ത് നൽകട്ടെ, വിശ്വസ്തത നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. ഉത്തരം അനുഗ്രഹിക്കട്ടെ. 55-ാമത്തെ ചോദ്യമാണ്, റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെ കാല പെറുക്കാനായി നടന്നു? ഭൃത്യന്മാരുടെ പിറകെ, സഹോദരന്മാരുടെ പിറകെ, കൊയ്ത്തുകാരുടെ പിറകെ, അയൽക്കാരുടെ പിറകെ. ഉത്തരം കൊയ്ത്തുകാരുടെ പിറകെ. 56-ാമത്തെ ചോദ്യമാണ്,
ദാസിയായ തന്നോട് ബോവാസ് എപ്രകാരം പെരുമാറി എന്നാണ് റൂത്ത് നവോമിയോട് പറയുന്നത്. കൂടുതൽ കാല പെറുക്കാൻ സഹായിച്ചു, ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു, ഇഷ്ടത്തോടെ പെരുമാറി, കരുണ കാണിച്ചു. ഉത്തരം ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. 57-ാമത്തെ ചോദ്യമാണ്, ബോവാസ് നമ്മുടെ ആരാണെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത്? വളരെ സമ്പത്തിനുടമയാണ്, ബന്ധുവാണ്, ഉറ്റബന്ധു, അയൽവാസിയാണ്, വിശ്വസ്തനാണ്. ഉത്തരം ബന്ധുവാണ്, ഉറ്റബന്ധു. 58-ാമത്തെ ചോദ്യമാണ്, മെതിക്കളത്തിലേക്ക് എപ്രകാരം പോകാനാണ് റൂത്തിനോട് നവോമി പറയുന്നത്? കാല പെറുക്കാനുള്ള സാധനങ്ങൾ എടുത്ത്, ഭക്ഷണമെടുത്ത്, കുളിച്ച് തൈലം പൂശി, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്, കുളിച്ച് വസ്ത്രം ധരിച്ച്. ഉത്തരം കുളിച്ച് തൈലം പൂശി, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. 59-ാമത്തെ ചോദ്യമാണ്, നവോമിയുടെ വയൽ വാങ്ങുന്നതോടൊപ്പം റൂത്തിനെയും കൂടി ബന്ധു സ്വീകരിക്കണമെന്ന് നവോമി പറയാൻ കാരണമെന്ത്? സ്വത്തുക്കൾ നിലനിർത്താൻ, വസ്തുക്കൾ അന്യാധീനമാകാതിരിക്കാൻ, മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന്, റൂത്ത് തനിയെ താമസിക്കുന്നതിനാൽ. ഉത്തരം മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന്. 60-ാമത്തെ ചോദ്യമാണ്, നിനക്കൊരു പിന്തുടർച്ച അവകാശി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. ഇത് ആര് പറഞ്ഞതാണ്? റൂത്തിൻ്റെ സഹോദരിമാർ, നവോമിയുടെ ബന്ധുക്കൾ, ബോവാസിൻ്റെ ബന്ധുക്കൾ. റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ പറഞ്ഞതാണ്. ഉത്തരം റൂത്ത് ഒരു പുത്രനെ പ്രസവിച്ചപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്. 61-ാമത്തെ ചോദ്യമാണ്, ബോവാസിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ കർത്താവ് ആരെപ്പോലെ ആക്കട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറഞ്ഞത്? ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത സാറ, ഹവ്വ. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, സാറ. എസ്തേർ, റാഹേൽ. ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ. 62-ാമത്തെ ചോദ്യമാണ്, തൻ്റെ കാൽക്കൽ കിടന്ന സ്ത്രീയെ കണ്ടപ്പോൾ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ റൂത്ത് നൽകിയ ഉത്തരം എന്ത്? ഞാൻ നിൻ്റെ അയൽവാസിയാണ്, ഞാൻ നിൻ്റെ ചാർച്ചക്കാരിയാണ്, ഞാൻ നിൻ്റെ ദാസിയായ റൂത്താണ്, ഞാൻ നിൻ്റെ ജോലിക്കാരിയായ റൂത്ത് ആണ്. ഉത്തരം ഞാൻ നിൻ്റെ ദാസിയായ റൂത്ത് ആണ്. 61-ാമത്തെ ചോദ്യമാണ്, കൊയ്ത്ത് മുഴുവൻ തീരുവോളം താൻ ആരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് റൂത്ത് നവോമിയോട് പറഞ്ഞത്? ബന്ധുക്കാരുടെ കൂടെ, അയൽക്കാരുടെ കൂടെ, വേലക്കാരുടെ കൂടെ, ബോവാസിൻ്റെ കൂടെ. ഉത്തരം വേലക്കാരോട് കൂടെ. 64-ാമത്തെ ചോദ്യമാണ്, ബോവാസ് വയലിലേക്ക് വന്നത് എവിടെ നിന്നാണ്? മൊവാബിൽ നിന്ന്, യൂദയായിൽ നിന്ന്, ഗലീലിയിൽ നിന്ന്, ബത്ലഹേമിൽ നിന്ന്. ഉത്തരം ബത്ലഹേമിൽ നിന്ന്. 65-ാമത്തെ ചോദ്യമാണ്, നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയപ്പോൾ ആരാണ് വിസ്മയിച്ചത്? നഗരം മുഴുവൻ, ഗ്രാമം മുഴുവൻ, പട്ടണം മുഴുവൻ, ആളുകൾ മുഴുവൻ. ഉത്തരം പട്ടണം മുഴുവൻ. 66-ാമത്തെ ചോദ്യമാണ്, നവോമി മരുമക്കളോടൊപ്പം മൊവാബിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങിയത് എന്തുകൊണ്ടാണ്? അത് താമസിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് കേട്ടപ്പോൾ, കർത്താവ് തന്നെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നുവെന്ന് കേട്ടപ്പോൾ, അവിടുത്തെ ആളുകൾ നല്ല മനുഷ്യരാണെന്ന് കേട്ടപ്പോൾ, അവിടെ കൃഷി ചെയ്യാൻ സൗകര്യമുണ്ടെന്ന് കേട്ടപ്പോൾ. ഉത്തരം കർത്താവ് തന്നെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ. 67-ാമത്തെ ചോദ്യമാണ്, ആരുടെ ഭരണകാലത്താണ് യൂദയായിൽ ക്ഷാമമുണ്ടായി എന്ന് റൂത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്? പ്രവാചകന്മാരുടെ, രാജാക്കന്മാരുടെ, ന്യായാധിപന്മാരുടെ, ഭരണാധികാരിയുടെ. ഉത്തരം ന്യായാധിപന്മാരുടെ.
68ാമത്തെ ചോദ്യമാണ്, എലിമലേക്കിൻ്റെ പുത്രന്മാർ വിവാഹം കഴിച്ച സ്ത്രീകൾ ഏത് ദേശക്കാരായിരുന്നു? എഫ്രായിംകാർ, യൂദയ നിവാസികൾ, മൊവാബ്യർ, ഈജിപ്തുകാർ. ഉത്തരം മൊവാബ്യർ. 69ാമത്തെ ചോദ്യമാണ്, ഓർഫ എങ്ങോട്ട് മടങ്ങിപ്പോയതായാണ് നവോമി പറയുന്നത്? അയൽക്കാരുടെയും ബന്ധുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും ദേവന്മാരുടെയും അടുത്ത്, ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്ത്, തൻ്റെ ജന്മസ്ഥലത്ത്. ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്ത്. 70ാമത്തെ ചോദ്യമാണ്, ബത്ലഹേമിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ നവോമി എന്നല്ല പിന്നെ ഏത് പേര് വിളിക്കാനാണ് നവോമി ആവശ്യപ്പെടുന്നത്? താമർ, മാറ, ഇരട്ട, പാറ. ഉത്തരം മാറ. 71ാമത്തെ ചോദ്യമാണ്, കാലാപെറുക്കാനായി റൂത്ത് എത്തിച്ചേരുന്നത് ആരുടെ വയലിലാണ്? അയൽക്കാരുടെ വയലിൽ, ബന്ധുക്കാരുടെ വയലിൽ, ബോവാസിൻ്റെ വയലിൽ, ഭരണാധിപന്മാരുടെ വയലിൽ. ബോവാസിൻ്റെ വയലിൽ. 72ാമത്തെ ചോദ്യമാണ്, ആരാണ് ഈ യുവതി എന്ന് ബോവാസ് റൂത്തിനെ കുറിച്ച് ആരോടാണ് ചോദിച്ചത്? മേലധികാരിയോട്, സുഹൃത്തിനോട്, കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട്, ദാസിമാരോട്. ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യന്മാരോട്. 73ാമത്തെ ചോദ്യമാണ്, മെതിക്കളത്തിൽ ആര് വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഒരു യുവതി വന്നെന്ന്, ഒരു സ്ത്രീ വന്നെന്ന്, ഒരു ദാസി വന്നെന്ന്, ഒരു അയൽക്കാരി വന്നെന്ന്. ഉത്തരം ഒരു സ്ത്രീ വന്നെന്ന്. 74ാമത്തെ ചോദ്യമാണ്, ബന്ധു നവോമിയുടെ സ്ഥലം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ആരാണെന്നാണ് ബോവാസ് പറയുന്നത്? സഹോദരൻ, അയൽവാസി, ബോവാസ് തന്നെ, ഭൃത്യൻ. ഉത്തരം ബോവാസ് തന്നെ. 75ാമത്തെ ചോദ്യമാണ്, എലിമേലേക്കിൻ്റെയും മക്കളുടെയും അവകാശം ബോവാസ് ആരിൽ നിന്നുമാണ് വാങ്ങിയത്? ബന്ധുക്കളിൽ നിന്ന്, നവോമിയിൽ നിന്ന്, റൂത്തിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന്. ഉത്തരം നവോമിയിൽ നിന്ന്. 76ാമത്തെ ചോദ്യമാണ്, ദാവീദിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? യാക്കോബ്, സൽമോൻ, ജസ്സെ, ഹെബ്രോൺ. ഉത്തരം ജസ്സെ. 77ാമത്തെ ചോദ്യമാണ്, റൂത്തിൻ്റെ വിവാഹം എത്രാം അധ്യായത്തിലാണ്? 3, 4, 2, 1. ഉത്തരം 4-ാം അധ്യായം. 78ാമത്തെ ചോദ്യമാണ്, നിന്നെ സ്നേഹിക്കുന്നവളും എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് പുത്രനെ പ്രസവിച്ചത് എന്നാണ് സ്ത്രീകൾ നവോമിയോട് പറഞ്ഞത്? 8 പുത്രന്മാരെക്കാൾ, 10 പുത്രന്മാരെക്കാൾ, 7 പുത്രന്മാരെക്കാൾ, 8 പുത്രന്മാരെക്കാൾ. ഉത്തരം 7 പുത്രന്മാരെക്കാൾ. 79ാമത്തെ ചോദ്യമാണ്, ദാവീദിൻ്റെ പിതാവായ ജസ്സയുടെ പിതാവ് ആര്? ബോവാസ്, ഹെബ്രോൺ, സൽമോൻ, ഓബദ്. ഉത്തരം ഓബദ്. 80ാമത്തെ ചോദ്യമാണ്, ബന്ധു റൂത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് വേറെ ഭാര്യ ഉള്ളതുകൊണ്ട്, നവോമി വിധവയായതുകൊണ്ട്, ബന്ധുവിൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുന്നതുകൊണ്ട്, റൂത്തിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഉത്തരം അദ്ദേഹത്തിൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകുന്നതുകൊണ്ട്.